പ്രിയയും മല്ലികയും കൂടി വഴക്കാണ് കേട്ടോ. പ്രിയയുടെ ബാഗ് മല്ലിക തുറന്ന് നോക്കി അതിലുള്ള സാധനങ്ങൾ എടുത്തു മാറ്റി എന്നൊക്കെ ആരോപിക്കുകയാണ് കേട്ടോ പ്രിയ. മല്ലിക പറയുന്നുണ്ട്, നിന്റെ കള്ളത്തരമെല്ലാം എനിക്ക് പൊളിച്ചെടുക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനത് ചെക്ക് ചെയ്തത്. നീ ഇനി അങ്ങനെ അധികകാലം ആരെയും പറ്റിച്ച് ജീവിക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് പ്രിയ അച്ഛ എന്ന് വിളിച്ചിട്ട് വിശ്വാസ് സാറിന്റെ അടുത്തേക്ക് ഓടി പോവാണ്. എന്താ മോളെ എന്ന് ചോദിച്ചു വരുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതിനു ഭേദം എനിക്ക് ജയിലിൽ കിടക്കുകയായിരുന്നു. അവിടെ അതിലേറെ ഫ്രീഡം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അച്ഛനൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും എന്നെ ഇവിടെ പിടിച്ച് പെരുമാറുകയാണ്. അച്ഛൻ സമ്മതിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നത്. അതുകൊണ്ട് അച്ഛൻ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയാം. എന്താ ഉണ്ടായത് എന്ന് വീണ്ടും വിശ്വാസ് സാർ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, മല്ലിക ചേച്ചി എന്റെ ബാഗ് തുറന്ന് എന്റെ ബാഗിലുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു. മല്ലിക പറയുന്നുണ്ട്, സർ ഞാൻ അവളുടെ ബാഗിൽ നിന്ന് ഒന്നും മോഷ്ടിച്ചിട്ടില്ല. പക്ഷെ അതിൽ നിന്നും എനിക്കൊരു സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ പാസ് കാണിച്ചെടുക്കാം കേട്ടോ വിശ്വാസ് സാറിനെ. അത് നോക്കിയിട്ട് വിശ്വാസ് സാർ പറയണേ, ഇത് ജയിലിലുള്ള പാസ്സാണല്ലോ, നീ ആരെങ്കിലും കാണാൻ ജയിലിൽ പോയിരുന്നോ എന്ന് ചോദിക്കാണ്ട് പ്രിയയോട്. അപ്പൊ പ്രിയ പറയുന്നുണ്ട്, അല്ലാതെ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് അവിടെ ഉപയോഗിക്കാനുണ്ടായിരുന്ന പാസ്സാണ്. ഇത് നീ ഉപയോഗിച്ച പാസ്സല്ല, ഇത് മറ്റാരോ കാണാൻ വേണ്ടി നീ പോയ പാസ്സാണ്. കുറച്ചു നാൾ ഞാനും ജയിലിൽ കിടന്നല്ലോ, അതുകൊണ്ട് എനിക്കും അറിയാം അവിടുത്തെ കാര്യങ്ങൾ. നീ ജയിലിൽ കയറാൻ കാരണം നിന്റെ പ്രവൃത്തി തന്നെ, ഞാൻ ജയിലിൽ കയറാൻ കാരണം നീയും എന്ന് പറയാൻ കേട്ടോ. ഇതുവരെ നീ ചെയ്ത തിന്മകളെല്ലാം മറന്നിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ താമസിപ്പിച്ചത്. അപ്പോൾ പ്രിയ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനല്ലേ കിളവ നിങ്ങൾ എന്നെ ഇവിടെ താമസിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കളിക്കുന്നത് ഒരു നാടകമാണെന്ന് എനിക്കറിയാം. നീ എനിക്ക് തന്ന വാക്കുകൾ തെറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രിയ. അതുകൊണ്ട് ഇനി ഇവിടെ താമസിക്കുന്നിടത്തോളം കാലം ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പ്രിയ ഒന്ന് ഷോക്കാവുകയാണ്. ഇന്ന് തന്നെ തീർച്ചയായിട്ടും ആണ്ടവനെ കാണണം, ഇല്ലെങ്കിൽ പ്രശ്നമാക്കും. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് ഈ കിളവന്റെ സമ്മതിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം എന്ന് അവൾ മനസ്സിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ വിശ്വനാഥ് സാറിനെ പോയിട്ട് അച്ഛ പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ, എന്റെ വാക്കുകൾ അനുസരിക്കാത്തവർ എന്നെ അച്ഛ എന്ന് വിളിക്കണ്ട എന്ന് അദ്ദേഹം തിരിച്ചു പറയാൻ കേട്ടോ. പ്ലീസ് അച്ഛ, ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കാണാൻ വരുമെന്ന് വാക്ക് കൊടുത്തതാണ്, അതെനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തേക്ക് മാത്രം ഞാൻ പുറത്ത് പോയിട്ട് വേഗം വരാം എന്ന് പറയാണ്. അങ്ങനെ വിശ്വനാഥ് സാർ ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നില്ല, ഓക്കെ നീ പുറത്ത് പോയിക്കോ ഇന്ന് മാത്രം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പ്രിയക്ക് സന്തോഷമാവാണ്. അവൾ വിശ്വനാഥ് സാറിന്റെ കവളിൽ ഉമ്മ കൊടുത്തിട്ട് അവരിൽ നിന്ന് വേഗം ബാഗ് എടുത്ത് പോവാണ്. ആ സമയം മല്ലിക പറയുന്നത്, എന്തിനാ അച്ഛ അവരെ സമ്മതിച്ചത്, അവളെന്തായാലും ഇന്ന് പോയി നാട് ചുറ്റി വരട്ടെ, അവളെ എന്തിനാണ് ഞാൻ സമ്മതിച്ചതെന്ന് കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സ്വാതി ബാഗും എടുത്ത് റോഡിലൂടെ നടക്കുകയാണ്. എന്തായാലും എന്നെ കണ്ടുള്ള അർജുനും കുറുമ്പും വെറുതെ വിടില്ല, മാത്രമല്ല പോലീസും എൻ്റെ പിന്നിലുണ്ടാകും. ഈശ്വര, ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇനി എങ്ങോട്ട് പോകും, ഇനി എന്ത് ചെയ്യും, എനിക്കൊരു നിശ്ചയവുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ റോഡിലൂടെ എങ്ങനെ നടക്കാൻ കേട്ടോ. ആ സമയത്താണ് തൊട്ട് പിന്നാലെ തന്നെ ഒരു കാറ് വന്ന് നിർത്തുന്നത്. അവൾ പേടിച്ചുകൊണ്ട് പിന്നോട്ട് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് അതിൽ നിന്നും ഇറങ്ങുന്നത് ആണ്ടവനാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വേഗം വണ്ടിയിൽ കയറി എന്ന്. നിങ്ങളെ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കയറില്ല എന്ന് സ്വാധീനം പറയാണ്. ഈ വണ്ടിയുള്ളവരെ നിനക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ ഗ്ലാസ് താത്തുമ്പോൾ അത് പ്രിയയാണ് കേട്ടോ. അവളെ കണ്ടതും സ്വാതി ഒന്ന് പേടിക്കുകയാണ് കേട്ടോ. പെരുവയിലായല്ലേ, എന്തായാലും ഇനി നിന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വണ്ടിയിൽ കയറി. നിങ്ങൾ ഒരുത്തി കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത്, ഇനി എനിക്ക് ഒരാളുടെ മുന്നിൽ നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല എന്ന് സ്വാധീനം പറയാൻ കേട്ടോ. അപ്പോൾ പ്രിയ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അവളെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, മര്യാദക്ക് വണ്ടിയിൽ കയറുന്നതാണ് നിനക്ക് നല്ലത്, നിന്നെ രക്ഷിക്കാൻ നോക്കിയ എനിക്കും ഇപ്പോൾ പ്രശ്നമാണുള്ളത്. നീ പെരുവയിലായത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ, അല്ലാതെ ഞാനല്ല. മര്യാദക്ക് ഇനി എന്നെ സഹായിക്കണം, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ന് പ്രിയ പറയാൻ കേട്ടോ അവളോട്. എന്തായാലും ഇവിടെ നിന്ന് അധികം എനിക്ക് എന്നോട് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞ് പ്രിയയും ആണ്ടവനും കൂടി സ്വാതിയെ പിടിച്ച് വണ്ടിയിൽ ഇടുകയാണ് കേട്ടോ. എന്നിട്ട് വണ്ടി മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാതി പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞത് കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇപ്പോൾ എൻ്റെ ജീവിതം തന്നെ അവതാളത്തിലായി, അച്ഛനെ പോലെ തന്നെ ഞാനും ഇനി ജയിലിലേക്ക് കയറാൻ പോവുകയാണ് എന്ന് പറയാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഒന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ പൂർണ്ണമായി നടക്കണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ചില പ്ലാനുകളൊക്കെ പാളിപ്പോകും. എന്തായാലും നിന്റെ ഈ ഒടുക്കത്തെ പേടിയാണ് എല്ലാത്തിനും കാരണം. ഇതുവരെ നീ എങ്ങനെ നിന്നോ അതുപോലെ തന്നെ ഇനി വീണ്ടും നിൽക്കണം. നിന്റെ ഈ ഭയവും ഇതും കാരണം തന്നെയാണ് അർജുൻ ഊരിപ്പോകുന്നത്. അതുകൊണ്ട് ഇനി കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും കുറച്ച് ജോലി കൂടി എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്, നീ തൽക്കാലം നിന്നെ ഞാൻ കൈവിടില്ല, എൻ്റെ കൂടെ നിൽക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ പ്രിയ. അങ്ങനെ കാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാതി ഓർക്കുകയാണ് കേട്ടോ അന്ന് അവളെ അച്ഛനെ അവൾ ജയിലിൽ പോയി കണ്ടതും. സ്വാതി അച്ഛനോട് പറയുന്നത്, അച്ഛനെ ഞാൻ ഏത് വിധേനയും ജയിലിൽ ഇറക്കും, അതിന് വേണ്ടിയിട്ട് ഞാൻ ഏത് മാർഗവും സ്വീകരിക്കും. ഈ വെറുതെ കള്ളപ്പേരിൽ എൻ്റെ അച്ഛൻ ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല, സഹായിക്കാൻ എനിക്കിപ്പോൾ ആരുമില്ല, സഹായിക്കാൻ എന്ന് പറഞ്ഞ് ഒരുത്തിന് എൻ്റെ കൂടെ കൂടിയിരുന്നു, അവൻ എന്നെ ചതിച്ചിട്ട് കടന്നുപോയി, ഇനി എനിക്കൊന്നും നോക്കാനില്ല അച്ഛ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് സ്വാതിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കാം, അതിനു വേണ്ടി നീ ഒരാളെ പോയി കാണണം എന്ന് പറയണം. അപ്പോൾ ആരാണ് എന്ന് സ്വാതി തിരക്കുമ്പോൾ പറയുന്നുണ്ട്, വല്ല അഡ്വക്കേറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്വാതി. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് വന്നില്ല, പക്ഷെ അഡ്വക്കേറ്റുമാരെയൊക്കെ വീഴ്ത്തിയ ഒരാളാണ്,
അവൾ എന്ത് ചെയ്യാൻ മടിക്കാത്ത, പക്ഷേ അവളുടെ കയ്യിലുണ്ടാകും ഏത് കുരുട്ടുബുദ്ധിയും രക്ഷപ്പെടാനുള്ള. അതുകൊണ്ട് നീ അവളെ പോയി കാണാം. അവൾ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൾ സ്നേഹസദനത്തിലാണ് താമസിക്കുന്നത്. പക്ഷെ മോൾ ഒരു കാര്യം ഓർക്കണം, എന്ത് ചെയ്യാനും ഏത് ചതിക്കും കൂട്ടുനിൽക്കുന്നവരാണ് അവൾ. ഒരാളെ കൊല്ലാനും മടിക്കില്ല. അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ എന്തായാലും അച്ഛനെ പുറത്തിറക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് വാക്ക് കൊടുത്തിട്ട് സ്വാതി അവരെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ സ്വാതി പ്രിയയെ കാണാൻ ചെല്ലാണ്. പ്രിയ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിന്റെ അച്ഛനെ പുറത്തിറക്കാൻ ഞാൻ സഹായിക്കാം. ഇതൊരു കൊടുക്കൽ വാങ്ങൽ കരാറാണ്. എന്റെ ലക്ഷ്യം അഡ്വക്കേറ്റ് അർജുനാണ്. ഞാൻ പറയുന്നത് പോലെയെല്ലാം നീ അദ്ദേഹത്തോട് പെരുമാറിയ, നീ ഇടപഴകുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അതുപോലെ തന്നെ നീ ചെയ്താൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്യും. അദ്ദേഹത്തെ ജയിലിലാക്കാനും സാധിക്കും. അങ്ങനെയായാൽ നിന്റെ അച്ഛനെ പുറത്തിറക്കാനും ഞാൻ സഹായിക്കാം. അങ്ങനെയായാൽ പകുതി നമ്മൾ വിജയിച്ചു. നീ വളരെ സൂക്ഷിച്ചു വേണം ഇടപെടാൻ എന്ന് പറയാൻ. അപ്പോൾ സ്വാതി ചോദിക്കുന്നുണ്ട്, ആ അർജുൻ എന്നെ പരിഗണിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ചേച്ചി? ആദ്യമൊക്കെ ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരും, പരിഗണിച്ചില്ലെന്നും വരാം. പക്ഷെ പിന്നീട് അവൻ മൈൻഡ് ചെയ്യും, അത് ഉറപ്പാണ്. എന്തായാലും നീ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൗശലക്കാരനായ ഒരു വക്കീലിനെയാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണം ഇടപെടാൻ. ഒന്നിൽ തകർന്നാൽ പിന്നെ ബാക്കിയെല്ലാം തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പുകളും നീ മുന്നോട്ട് വെക്കണം. എൻ്റെ നിവർത്തിക്കേട് കൊണ്ടാണ് ചേച്ചി ഞാൻ എല്ലാം അനുസരിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അതിനുവേണ്ടി ഞാൻ ഏത് മാർഗവും സ്വീകരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്വീകരിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ചേച്ചി എന്നെ കൈവിടരുത്, എന്നെ ചതിക്കരുത് എന്നൊക്കെ സ്വാതി പറയാണ്. ഒരിക്കൽ ഞാൻ നിന്നെ ചതിക്കില്ല. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഇത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നീ എൻ്റെ കൂടെ കൂടിക്കോ, നമുക്ക് ഒന്നാകാം എന്നൊക്കെ പറയാൻ കേട്ടോ പ്രിയ അവളോട്. എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ എന്തായാലും നീ എന്നെ ഫോണിൽ വിളിക്കരുത്. ഞാൻ ആവശ്യമുള്ളപ്പോൾ നിന്നെ വിളിക്കാം. ഒരു കാരണവശാൽ നമ്മുടെ ഫോൺ നമ്പറോ ലൊക്കേഷനോ ഒന്നും പോലീസിന് ട്രേസ് ചെയ്യാൻ പറ്റരുത്. നീയും ഞാൻ തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാനും ഒരിക്കലും സാധിക്കരുത്. എന്നാൽ പിന്നെ നീ സാധാരണ ഒരു കേസുമായിട്ട് അഡ്വക്കേറ്റ് അർജുനെ കാണാൻ പോയിക്കോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് സ്വാതിനെ പറഞ്ഞു വിടുന്നതാണ് കേട്ടോ. ഇതെല്ലാം സ്വാതി ആ കാറിൽ നിന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് പ്രിയയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അർജുൻ്റെ വീടാണ്. അവിടെ മാധുരി അഖിലിനോട് സ്നേഹമായിട്ട് സംസാരിക്കാൻ കേട്ടോ. മാധുരി പറയുന്നുണ്ട്, എടാ മോനെ അഖിലെ, പൂജയോടും അർജുനോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീയെങ്കിലും പോയിട്ട് അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. എനിക്ക് അമ്മയില്ലാതെ പറ്റില്ല. അമ്മ അവിടെ കരയിൽ പിടിച്ചിട്ട് മീനിനെ പോലെ ശ്വാസം മുട്ടി ഇരിക്കുകയായിരിക്കും. അമ്മക്കുള്ള മരുന്നുകൾ ഏതൊക്കെയാ എങ്ങനെയൊക്കെയാന്നൊക്കെ എനിക്ക് മാത്രമേ അറിയൂ. അമ്മയാണ് ഈ വീടിന്റെ ഐശ്വര്യം. അതുകൊണ്ട് അമ്മ ഇങ്ങോട്ടേ കൊണ്ടുവരണമെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അഖിൽ പറയാണ്, ബെസ്റ്റ്. അച്ഛമ്മ എങ്ങാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ അഞ്ജനാന്റിയെ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ ഒരു കൊലപാതകം തന്നെ നടക്കും എന്ന് പറയാണ്. സ്നേഹം പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ അത് ശരിയാവില്ല. ഈ വീടിന് മൊത്തത്തിൽ ആകെ പ്രശ്നമാകും അച്ഛമ്മ ഇങ്ങോട്ട് വന്നാൽ എന്നൊക്കെ പറയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, അമ്മയെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. എനിക്ക് അമ്മ ഇല്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല എന്ന് മാധുരി വീണ്ടും പറയാൻ കേട്ടോ. അപ്പോൾ അഖിൽ പറയുന്നുണ്ട്, ഓക്കെ, എന്നാൽ അമ്മ പറഞ്ഞ പോലെ ഞാൻ അച്ഛമ്മയെ ചെന്ന് കാണാം. കാല് പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. അങ്ങനെ കാല് പിടിച്ച് പറഞ്ഞാൽ അച്ഛമ്മ വരും എന്നത് എന്തുറപ്പാണുള്ളത് എന്ന് അഖിൽ ചോദിക്കുമ്പോൾ മാധുരി പറയാം, അമ്മ വരും. അമ്മ ചിലപ്പോൾ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അവിടെ എത്തിയിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിലും അമ്മ ഇപ്പോൾ, അങ്ങനെയാണെങ്കിൽ അച്ഛമ്മ തീർച്ചയായിട്ടും വരും എന്ന് മാധുരി ഉറപ്പിച്ച് പറയാണ്. എങ്കിൽ അമ്മയെ കൂടി വന്ന് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പോയി അച്ഛമ്മയെ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറയുമ്പോൾ മാധുരി, അത് വേണ്ട, ഞാൻ ഇല്ല എന്നൊക്കെ ഇതിലിങ്ങനെ പരിങ്ങാൻ കേട്ടോ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മക്ക് നല്ല ഉറപ്പുണ്ട് എന്നുള്ള കാര്യം. അമ്മയെ അച്ഛമ്മ എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ ആകെ പ്രശ്നമാവും. നാട്ടുകാരറിയും, കുടുംബക്കാരറിയും. കുടുംബക്കാരൊക്കെ വിളിച്ച് അച്ഛമ്മയെ എരിവും പുളിയും കയറ്റി വിടും. പിന്നെ അർജുനേട്ടൻ ജയിലിൽ പോയതിനേക്കാളും ആകെ പ്രശ്നമാവും ഇവിടെ. എന്തായാലും 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്ന് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അഖിൽ ആശ്വസിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മധുവിനെ കേട്ടോ. കനകേശി മധുവിനോട് പറയുന്നുണ്ട്, എന്തായാലും മധുമോൾ കുഞ്ഞിന്റെ മാറ്റം ഞാൻ സമ്മതിച്ചു. ആദ്യമൊക്കെ പൂജമോളോട് ഭയങ്കര എതിർപ്പായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും പൂജമൊക്കെ കട്ടക്ക് കൂടെ നിൽക്കുകയാണല്ലോ. ആദ്യമൊക്കെ എനിക്ക് പൂജയുടെ ദേഷ്യമായിരുന്നു. അവൾ അർജുനെ തട്ടിയെടുക്കുകയായിരുന്നു എന്നല്ല ഞാൻ കരുതിയിരുന്നത്. പിന്നീടല്ലേ അർജുൻ ജയിലിലായതിനു ശേഷമാണ് ഞാൻ ശരിക്കും മാറിയത്. അവൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? അന്ന് മുതൽ എനിക്ക് അവളോട് ഭയങ്കര അഭിമാനവും ബഹുമാനമൊക്കെയാണ്. അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട്, എന്നാലും നീയും പൂജമോളും കൂടി ആ അഞ്ജനെ ഇങ്ങോട്ടേ കൊണ്ടുവരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ മധു പറയുന്നുണ്ട്, അത് ഞങ്ങൾ നിവർത്തിക്കോറുണ്ട്, വേറെ വഴിയൊന്നും കാണാഞ്ഞിട്ടാണ് ഇങ്ങോട്ടേ കൊണ്ടുവരേണ്ടി വന്നത് കനകേച്ചി എന്ന് പറയാണ്. അപ്പോൾ മാധുരി അങ്ങോട്ട് വരുന്നുണ്ട്. അഖില് പോയോ എന്ന് മധു ചോദിക്കുമ്പോൾ മാധുരി പറയുന്നുണ്ട്, ആ പോയി, ചിലപ്പോൾ അവൻ അവയെ കാണാൻ പോകും എന്ന് പറയാണ്. ഏതമ്മയെ? മഹേശ്വരി അമ്മയെ എന്ന് മാധുരി പറയാണ്. എന്തിനാണ് അവനിപ്പോൾ അമ്മയെ കാണാൻ പോകുന്നത്? ഉള്ള സമാധാനം ഇല്ലാതാക്കാനോ? അവിടെ ആയാൽ അമ്മക്ക് അവിടെ സമാധാനം, ഇവിടെ നമുക്കും സമാധാനം, അങ്ങനെയും കഴിയാമായിരുന്നല്ലോ എന്നൊക്കെ മധു പറയാണ്. ഈ മാധുരി ചേച്ചിക്ക് എന്താ തീരെ ബുദ്ധിയില്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ മധു. ഇപ്പോഴെങ്ങാനും അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഓർത്തിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും വയ്യ എന്നൊക്കെ പറയാണ്. അപ്പോൾ സ്നേഹം എന്നിട്ട് പറയുന്നുണ്ട്, അഖിൽ എന്തേ 2-3 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അച്ഛമ്മയെ കാണാൻ.
കാണാൻ. അതുകൊണ്ട് ഇപ്പോൾ അച്ഛമ്മയെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ മധു പറയുന്നുണ്ട്, എന്തായാലും നന്ദേട്ടൻ ചെയ്ത തെറ്റ് തന്നെയല്ലേ. അരുണിമ ചേച്ചി വിവാഹം കഴിക്കുന്നതിന് മുൻപ് നന്ദേട്ടൻ ഈ ഒരു അഫെയർ ഉണ്ടായിരുന്നത് നന്ദേട്ടൻ നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അവരെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചില്ല? അത് നന്ദേട്ടൻ ചെയ്ത തെറ്റ് തന്നെയാണ്. എല്ലാ തെറ്റുകളും പിന്നെ അഞ്ജന ചേച്ചിയുടെ മേൽ പഴിചാരി. ആ പാവം ഇതുവരെ എന്തെങ്കിലും അവകാശം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നന്ദേട്ടന്റെ ജീവിതത്തിലേക്ക് കയറി വന്ന വെറും ഒരു സ്ത്രീയല്ല അഞ്ജന ചേച്ചി. നന്ദേട്ടന്റെ ഭാര്യയാണ്, നന്ദേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. അപ്പോൾ നന്ദേട്ടന്റെ ജീവിതത്തിൽ ആദ്യം ഭാര്യ എന്ന സ്ഥാനമുള്ളത് അഞ്ജന ചേച്ചിക്ക് തന്നെയാണ് എന്നൊക്കെ മധു അവകാശപ്പെടുകയാണ്. ഇതെല്ലാം കേട്ട് ആകെ ഇഷ്ടമില്ലാതെ വിഷമത്തോടെ നിൽക്കുകയാണ് കേട്ടോ മാധുര്യമ്മ. പിന്നീട് കാണിക്കുന്നത് നന്ദഗോപന്റെ വീടാണ് കേട്ടോ. അവിടെ മഹേശ്വരി അമ്മ തിരികെ വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം അരുണിമയോട് പറയുന്നുണ്ട്, മോളെ അരുണിമേ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കെന്തോ അവിടെ നിന്ന് വിട്ട് ഇവിടെ വന്നിട്ട് ഒരു വലിയൊരു സുഖമൊന്നുമില്ല. ഞാൻ താമസിച്ചതൊക്കെ ഇതുവരേക്കും അവിടെയല്ല. എൻ്റെ ശീലങ്ങളെല്ലാം എനിക്ക് അവിടെ ശീലിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവരോടുള്ള ദേഷ്യത്തിന് ആരോട് പറയാതെ ഇറങ്ങിപ്പോന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങേറ്. അതുകൊണ്ട് ഞാൻ തിരികെ പോവുകയാണ് മോളെ എന്നൊക്കെ പറയാണ്. അമ്മ എന്തിനാ പെട്ടെന്ന് തന്നെ പോകുന്നത്? എന്തായാലും ഞാൻ അമ്മയുടെ മോൾ തന്നെയല്ലേ, എന്നോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ നിന്നൂടെ എന്നൊക്കെ അരുണിമ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ മോൾ കഴിഞ്ഞിട്ടേ വേറെ എന്തുമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മോളുടെ ജീവിതത്തിന് ആപത്ത് സംഭവിക്കരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് അമ്മ ഇവിടേക്ക് വന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്ദനും പൂജയും കൂടി ആ അഞ്ജനയെ ഇവിടെ താമസിപ്പിച്ചേനെ. പിന്നെ എൻ്റെ മോളുടെ ജീവിതം എന്തായിരിക്കും? എന്തായാലും ഇപ്പോൾ ആ മാരണമെല്ലാം ഒഴിഞ്ഞു പോയല്ലോ. ഇനി ആ അഞ്ജനയുടെ നിഴലെങ്ങാലും ഈ വീടിനടുത്ത് കണ്ടാൽ ഞാൻ അപ്പോൾ തന്നെ ഇവിടേക്ക് വരും. എന്നിട്ട് അവളെ ഇവിടെ നിന്നും ഞാൻ ഓടിച്ചിട്ട് എനിക്ക് വിശ്രമം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇപ്പം തൽക്കാലത്തേക്ക് അവളൊന്ന് പേടിച്ചിട്ടുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിന്നും അടങ്ങിപ്പോയത്. അവളുടെ ഭർത്താവ് ഇനിയും അടങ്ങിയിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അയാൾ വീണ്ടും വരും. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നീ അമ്മയെ അറിയിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ അരുണിമയോട്. എന്തായാലും അമ്മ പോകാൻ തീരുമാനിച്ചല്ലേ, ഇനി ഞാൻ പറയുന്നതിലൊന്നും കാര്യമില്ല. എന്തായാലും അമ്മ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവർ യാത്ര അയക്കുകയാണ് കേട്ടോ. അങ്ങനെ മഹേശ്വരി അമ്മ വീട്ടിലെത്തുകയാണ്. അവരുടെ വരവും കണ്ട് മധു ആകെ പേടിച്ച് ഭയന്ന് ടെൻഷനായി നിൽക്കുകയാണ് കേട്ടോ. അവൾ ഓടിച്ചെന്ന് മാധുരി ചേച്ചി, കനകേച്ചി, പൂജ, അർജുൻ എന്നൊക്കെ ആർത്ത് വിളിക്കുകയാണ്. എല്ലാവരും പേടിച്ചൊരു നിമിഷം എന്താണെന്ന് അറിയാൻ ഓടി വരികയാണ് കേട്ടോ. ദേ അമ്മ വന്നിരിക്കുന്നു. ഇത് കേട്ട് എല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ്.